ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു വിശേഷമൊക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നേരത്തെ ഇടുകയാണ്, കാരണം എനിക്ക് പ്രൊമോ നേരത്തെ കിട്ടിയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇടുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പ് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ്, നമ്മുടെ ഭാസ്കരനാണെങ്കിൽ സുധീഷിനെ ഒരുപാട് ഇങ്ങനെ അയ്യേ നീ ഇപ്പോൾ താലി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നീന്നെ ഒരു ഭർത്താവായിട്ടൊന്നും അവൾ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ അങ്ങോട്ട് എരിപ്പിച്ചു കൊടുത്തവൻ്റെ പേരിലാണ് സുധീഷ് പോയി കുറച്ച് ബിയറൊക്കെ അടിച്ച് താനൊരു ഭർത്താവാണ് എന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ റൂമിൽ പോയി ബെഡിൽ ചെന്ന് കിടന്നത്. പക്ഷേ അത് നിധീനെ സംബന്ധിച്ച് നിധിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി, മനസ്സിന് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ഒരിക്കലും സുധീഷിൽ നിന്നും അങ്ങനെ ഒരു പെരുമാറ്റം നിധി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അല്ലേ. ഇത്രയൊക്കെ ആണെങ്കിലും നിധിയുടെ വീട്ടിൽ പോയ സമയത്ത് ഒരു റൂമിൽ കിടന്നതാണ് എങ്കിൽ പോലും സുധീഷിന് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സുധീഷിനെ ഇത്രയും പറഞ്ഞ് ഭാസ്കരനൊക്കെ അത്രയും ഒരു ഇങ്ങനെ നമ്മൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളായിട്ട് എരിപ്പിക്കുമ്പോൾ നമുക്ക് അത് പിന്നെ ഒരു വാശിയാവും. ആ ഒരു ഫീലിങ്സാണ് നമ്മുടെ സുധീഷിനുണ്ടായത്. അങ്ങനെ നിധി അത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. നിധി അന്നേ ദിവസം ജോലിക്ക് പോവാണ്. പക്ഷേ നിധിയുടെ കൂടെ സുഭാഷും ഹരീഷും നികേഷും ഒക്കെ പോട്ടയച്ച് സോറി പറഞ്ഞ് സുധീഷ് ചേട്ടൻ അറിയാണ്ട് പറ്റിപ്പോയതാണ്. സുഭാഷ് സഹിതം സോറി പറഞ്ഞുവെങ്കിലും നിധി അത് മനസ്സിൽ നിന്ന് നിധിക്ക് അങ്ങോട്ട് പോകുന്നില്ല. ആ ജോലി സമയത്താണെങ്കിലും ലഞ്ച് ടൈമിലൊക്കെ ആണെങ്കിലും നിധിയുടെ ഉള്ളിൽ മൊത്തം ആ ഒരു ഇതൊക്കെ തന്നെയായിരുന്നു. സുധീഷിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും നിധി പ്രതീക്ഷിച്ചല്ല. സുധീഷ് കുറേ കാലം പിടിച്ച് മാപ്പ് പറഞ്ഞു, താൻ അറിയാണ്ട് താൻ അങ്ങനെ ഒന്ന് പറ്റിപ്പോയതാണ് എന്നൊക്കെയുള്ള രീതിയിൽ സുധീഷും കുറേ മാപ്പപേക്ഷയൊക്കെ നടത്തി. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അപ്പം നിധിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ജോലി സ്ഥലത്തുള്ള ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നിധി, വന്നപ്പോൾ തൊട്ട് മുഖം ഡള്ളായിട്ടിരിക്കുകയാണല്ലോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നിധി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ആ കുട്ടി ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ തനിക്കും കൂടെ ഒരു വേക്കൻസി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് നിധി ചോദിക്കണം ഹോസ്റ്റലിൽ എങ്ങനെയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ വാർഡൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അല്ല, ഇന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ എളുപ്പമായിരുന്നു, ഒന്ന് ചോദിക്കാവോ എന്ന് ചോദിക്കുക. അങ്ങനെ നിധിയും നിധിയുടെ ആ ഫ്രണ്ടും കൂടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവർ നേരെ ആ ഹോസ്റ്റലിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ വാർഡനെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ 2 മാസത്തെ എങ്ങോട്ടോ ഹോസ്റ്റൽ ഫീസ് മുൻകൂട്ടി തരണം. പക്ഷേ നിധിയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എന്നാൽ 1 മാസത്തെങ്കിലും തരണം എന്നുള്ളത് പറഞ്ഞു. അതായത് മൊത്തം ഒരു റൂമായിട്ട് എടുക്കുകയാണെങ്കിൽ 10,000, അതല്ല 2 പേര് ഷെയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ 7,000 രൂപ. ആ രീതിയിലാണ് അവിടുത്തെ ഹോസ്റ്റൽ റെൻറ്റ്. അപ്പം നിധിയുടെ കയ്യിൽ 1 മാസത്തെ കൊടുക്കാനുള്ള പൈസയും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിധിയുടെ കൂട്ടുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാക്കി പൈസ ഇടാം. അപ്പോൾ നിധി പറഞ്ഞു, വേണ്ട അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിധിയുടെ ഫ്രണ്ട് ആ വാർഡനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടുവിൽ നിധിയുടെ കയ്യിൽ 1 മാസത്തിൻ്റെ പകുതി വാടക കൊടുക്കാനുള്ള പൈസ മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ അത് തന്നാൽ മതിയൊന്ന് ചോദിക്കും. ഒടുവിൽ ഹോസ്റ്റൽ വാർഡൻ സമ്മതിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗാർഡിയനായിട്ട് ആരെങ്കിലും ഒരാളെ ഇവിടെ കൊണ്ടുവരികയും എല്ലാം ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ചുമ്മാ വന്നൊരു പെൺകുട്ടിക്ക് കെയറിലൊന്നും പറ്റില്ല. അപ്പോൾ നിധി എന്തായാലും അവിടെ കയ്യിലിരുന്ന പൈസ പകുതി വാടക കൊടുത്ത് അവിടുത്തെ ഹോസ്റ്റലിൻ്റെ അക്കോമഡേഷനും ഫുഡ് എല്ലാം റെഡിയാക്കുകയാണ്. അങ്ങനെ നിധി നേരെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നിധി കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സുഭാഷ് ജോലി കഴിഞ്ഞ് വരെയാണ്. ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഇന്നതുപോലെ എൻ്റെ കൂടെ ഓഫീസിൽ കമ്പനി വർക്ക് ചെയ്യുന്ന കുട്ടി ഒരു ഹോസ്റ്റലിലാണ്, അവിടത്തേക്ക് ഞാൻ മാറുകയാണെന്ന്. ഇത് കേട്ടപ്പോൾ സുഭാഷിന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായ ആ സംഭവം, കാരണം നിധിയെ ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല നിധിയുടെ അടുത്ത്. കാരണം സുധീഷിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണ്, അത് തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. എങ്ങനെ വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ നിൽക്കും എന്നുള്ള ഒരു തോന്നലൊക്കെ ആയിപ്പോയി. അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോളെ ഇത് ഒന്നും കൂടെ ആലോചിച്ചിട്ട് എടുത്താൽ പോരായിരുന്നോ മോളെ? അത് സാരമില്ല സുഭാഷ് ചേട്ടാ, എന്തായാലും ഇവിടെ നിന്ന് പോകണം. അപ്പോഴേക്കും നികേഷും ഹരീഷും ഒക്കെ ഇതറിയണം. അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല നിധിയേട്ടത്തി തൻ്റെ അടുത്ത് നിന്ന് പോണു എന്ന് പറയുമ്പോൾ.
നിധി എല്ലാവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യമെന്ന് വെച്ചാൽ എന്തായാലും പോകണം, സുധീഷിൻ്റെ ഭാഗത്ത് ഇനി ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിക്കൂടുന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് വല്ലാത്ത വിഷമമായി. കാരണം ഈ കുടുംബം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ ഒരു പെണ്ണ് വാഴില്ല എന്ന് പറഞ്ഞ കുടുംബം നിധി നിന്ന് കാണിച്ചു കൊടുത്ത് അവരെ ഒരു വീട്ടിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടായി, എല്ലാ ഒരിതും ഒരു പെൺകുട്ടി ഉള്ളതിൻ്റെ ആ ഒരിതെല്ലാം നിധി വന്നതിൽ പിന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരിത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ നികേഷിനെ സംബന്ധിച്ച് നികേഷിന് താങ്ങാൻ പറ്റില്ല. നികേഷ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. നിധിയേട്ടത്തിൽ പോവല്ലേ, നിധിയേട്ടത്തിൽ സുധീഷ് ഏട്ടൻ ഇനി അങ്ങനെ പെരുമാറില്ല എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് സുധീഷ് വരെയാണ്. സുധീഷ് വന്നപ്പോഴേക്കും നിധി ഇങ്ങനെ ഹോസ്റ്റലിലോട്ട് മാറാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നികേഷ് ചെന്ന് സുധീഷിൻ്റെ കോളറെ പിടിച്ചിട്ട്, നിങ്ങൾ ഒരൊറ്റ ഒരാൾ കാരണമാണ് നിധിയേട്ടത്തിൽ ഇവിടെ നിന്ന് പോണത്, നിങ്ങൾക്ക് മതിയായില്ലേ എന്നൊക്കെ പറയും. ഈ സമയം സുധീഷിനത് വല്ലാത്തൊരടിയായിപ്പോയി. സുധീഷ് നേരെ നിധിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് കൈയും കാലും ഒക്കെ പിടിക്കണം. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല, നിധി പോവല്ലേ നിധി എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞുവെങ്കിലും നിധി പക്ഷേ അത് ചെവിക്കൊള്ളാൻ നിന്നില്ല. സുഭാഷ് ഏട്ടൻ വരെ പറഞ്ഞു, എന്നിട്ടും നിധി അത് കൈക്കൊണ്ടില്ല. ഒടുവിൽ നിധി സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞു, സുഭാഷ് ചേട്ടാ എൻ്റെ കൂടെ ഹോസ്റ്റൽ വരെ വരണം, കാരണം ഗാർഡിയനായിട്ട് ആരെങ്കിലും അവിടെ ഒപ്പിട്ടൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്ര പറയുകയാണ്. ഹരീഷിൻ്റെ അടുത്തും നികേഷിനെ കരച്ചിൽ അടക്കി പിടിച്ച് വയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. നികേഷ് പൊട്ടിക്കരയാണ്. ഭാസ്കറിനോടും പറഞ്ഞു. ഭാസ്കറിന് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഒരു മോളെപ്പോലെ കരുതിയ ആളാണ് ഭാസ്കരൻ. കാര്യം നിധിയെ എന്തെങ്കിലും പറഞ്ഞാലും തിരിച്ചൊക്കെ പറഞ്ഞാലും ഭാസ്കറിന് വളരെ ഇഷ്ടമായിരുന്നു നിധീനെ. അപ്പോൾ സുധീഷ് ഒഴികെ ബാക്കി എല്ലാവരുടേത് യാത്ര പറഞ്ഞ് നിധി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സുഭാഷും കൂടെ പോകണം. അങ്ങനെ ഹോസ്റ്റലിലെത്തി. അപ്പോൾ എത്തുന്നതിന് മുന്നേയും സുഭാഷ് പറഞ്ഞായിരുന്നു, മോളെ ഒരിക്കൽ കൂടെ ആലോചിച്ചിട്ട് എടുത്താൽ പോരെ മോളെ, ഇനി സുധീഷിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവുകൊണ്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല സുഭാഷ് ചേട്ടാ, നമുക്കിപ്പോൾ ഇത്രയല്ലേ, ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വലിയ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും സുഭാഷ് ചേട്ടാ, അതുകൊണ്ട് എന്തായാലും ഞാൻ പോണു എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ സുഭാഷ് പിന്നെ നിർബന്ധിച്ചില്ല. കാരണം നിധി പറയുന്നതിലാണല്ലോ കാര്യം, കാരണം നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ്. അപ്പോൾ പിന്നെ സുഭാഷിന് പ്രത്യേകിച്ചൊന്നും പറയാനും ഇല്ല. അങ്ങനെ ഹോസ്റ്റലിലെത്തി വാർഡനുമായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് സുഭാഷ് അറിയണത് നിധി പകുതി പൈസ ഉള്ളതുകൊണ്ട് പകുതിയെ തന്നിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ ബാക്കി പൈസ സുഭാഷ് കൊടുത്ത് സൈനൊക്കെ ചെയ്ത് എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. സുഭാഷിന് വല്ലാത്ത വിഷമമായിരുന്നു നിധീനെ അങ്ങനെ ആക്കിയിട്ട് ഹോസ്റ്റലിലൊക്കെ ആക്കിയിട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ നിധിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നിധിയുടെ ഒരു തീരുമാനമാണ് ഇങ്ങനെ ഹോസ്റ്റൽ എന്നുള്ളത്. പക്ഷേ മനസ്സുകൊണ്ട് നിധിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു ആ വീട് വിട്ട് പോണത്. നിധി സുഭാഷും കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് പിടുത്തം വിട്ടു. നിധിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. നിധിക്ക് ആ രാത്രി എങ്ങനെ ഇരുട്ടി വെളുപ്പിക്കണമെന്നുള്ളത് നിധിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇതിനേക്കാളേറെ അവസ്ഥയായിരുന്നു സുഭാഷും നികേഷും ഹരീഷും ഒക്കെ. ഭാസ്കരൻ അതിനേക്കാളേറെ. ഒടുവിൽ സുധീഷ് ചെന്നിട്ട് വീട്ടിൽ നിന്നിട്ട് ഭാസ്കരൻ്റെ അടുത്തോട്ട് ചെന്ന് ആ രാത്രിയിൽ, നിങ്ങളൊരൊറ്റൊരുത്തം കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങളല്ലേ എന്നെ ചൊടിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചത്, ഞാൻ നിന്നോട് പറഞ്ഞോടാ പോയി ബിയറടിച്ചിട്ട് അവളുടെ അടുത്ത് കൂടെ കിടക്കാൻ, ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യാനാണോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും തിരിച്ചു മറുപടി പറഞ്ഞു. അപ്പോൾ എന്തായാലും സുധീഷിന് താങ്ങാൻ പറ്റിയില്ല. കാരണം നിധി ഇത്രയും കഷ്ടപ്പെട്ട് നിധിയുടെ ഒരു സ്നേഹം പിടിച്ചു വെട്ടാൻ വേണ്ടി പുറകെ നടന്ന ആളാണ്. ആ ആളിനാണ് നിധി എന്നേക്കുമായിട്ട് അവിടെ നിന്ന് പോയി എന്നുള്ളത് സുധീഷിന് അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഒടുവിൽ ആ രാത്രി എങ്ങനെയൊക്കെയോ നേരം വെളുത്തു. സുധീഷ് എന്തായാലും നിധീനെ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുകയാണ്. അപ്പോഴേക്കും നിധി രാവിലെ എഴുന്നേറ്റ് ഹോസ്റ്റലിൻ്റെ ആ ജനലിൻ്റെ താഴെ നോക്കിയപ്പം കാണാം ഭാസ്കരൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്താ ഇത്ര രാവിലെ എന്നുള്ള രീതിയിൽ നിധി താഴെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നേണ് അച്ഛൻ, അകത്തോട്ട് അലൗഡല്ല, അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ പറഞ്ഞു, മോളെ നീ തിരിച്ച് വരണം, നീ ഇല്ലാതെ അവിടെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. സുധീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരു പക്ഷത്ത് ഞാനാണ് അതിന് കാരണം ഞാൻ അവനെ വെറുതെ ചൊടിപ്പിച്ചു, വെറുതെ താലി കെട്ടിക്കൊണ്ട് നടന്നതുകൊണ്ട് കാര്യമില്ല, നിന്നിനെ അവളെ ഭർത്താവ് അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവനൊരു ഇതായിപ്പോയി, അങ്ങനെ അവൻ വന്ന് അങ്ങനെ പെരുമാറിയത്. മോൾ അവനോടും ഞങ്ങളോടൊക്കെ ക്ഷമിക്കണം, മോള് തിരിച്ച് വരണമെന്നൊക്കെ പറയാം. അപ്പം നിധി പറയും, ഇല്ല അച്ഛാ, ഞാൻ ഇനി എന്തായാലും
അങ്ങോട്ടേക്കില്ല എന്ന് തന്നെ പറഞ്ഞു നിധി. അച്ഛൻ അത് പറയാനായിട്ട് അച്ഛൻ വരണ്ട അച്ഛൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് നിധി ഭാസ്കരനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഭാസ്കരൻ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ ഹരീഷ്, നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടോ? ആ സുധീഷ് ഏട്ടനെ പറഞ്ഞ് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ, നിധിയേട്ടത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ 1-2 ദിവസം അങ്ങനെ പോവണം. അപ്പോൾ സുധീഷിനാണെങ്കിൽ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ അടുത്ത വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞു കേട്ടോ, നിധി അവിടെ നിന്ന് പിണങ്ങിപ്പോയി എന്നുള്ള രീതിയിലാണ് അറിഞ്ഞേക്കുന്നത്. അപ്പോൾ അവരൊക്കെ അപ്പോൾ പല കമൻറ്റുകളും പറഞ്ഞു തുടങ്ങി. പെണ്ണ് വാഴില്ല എന്ന് പറയണത് ഇപ്പം മനസ്സിലായില്ലേ, ഇപ്പം പോയില്ലേ, നിൻ്റെ ഭാര്യ കെട്ടിക്കൊണ്ട് വന്നിട്ട് പോയില്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സുധീഷിന് മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടിട്ട് നിധിയെ പോയി കാണുകയാണ്. അപ്പോൾ നിധി നോക്കുമ്പോൾ ഹോസ്റ്റലിൻ്റെ അവിടെ നിൽക്കണം. നിധി ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അതെ നിധി, ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം, നീ തിരിച്ചു വരണം. നീ ഇല്ലാഞ്ഞിട്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ വരണം, ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല. നിധി പറഞ്ഞു, ഇത് പറയാനായിട്ട് സുധീഷ് ഇങ്ങോട്ട് വരണ്ട, ഇനി ഞാൻ എന്തായാലും അങ്ങോട്ടേക്കില്ല, ഈ ഒരു പെരുമാറ്റം ഇനിയും ആവർത്തിക്കില്ല എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നിങ്ങനെ പറയും. സുധീഷ് പറ്റുന്നിടത്തോളം നിധിയുടെ അടുത്ത് കേണ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ നിധി അതൊന്നും കൂട്ടാക്കില്ല. നിധി കയറി മേളിൽ പോകട്ടോ. എന്നിട്ട് നിധി ജോലിക്ക് പോകുന്ന ആ കമ്പനിയിൽ അവിടെയൊക്കെ സുധീഷ് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി ശ്രദ്ധിക്കുന്നുണ്ട് സുധീഷ് മാപ്പും പറഞ്ഞുകൊണ്ട് ഈ നിൽക്കണ നിപ്പൊക്കെ. അപ്പം നിധിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റിലേറ്റീവ് ആണെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അന്നേ ദിവസം വൈകിട്ട് നിധി ജോലി കഴിഞ്ഞ് വരുമ്പോഴും ആ ഹോസ്റ്റലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിധിയുടെ റൂമിലോട്ട് നോക്കി ഇങ്ങനെ സുധീഷ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് അത് ആരാ, അപ്പോൾ റിലേറ്റീവാണ്. അപ്പോൾ അവരിൽ ആരുമൊക്കെ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത് വീട്ടിലോട്ട് വരാൻ പറയണം, സോറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അവൾ ഒരു കാര്യത്തിന് വേണ്ടി പിണങ്ങിയായിരുന്നു എന്നൊക്കെ സുധീഷ് അവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരൊക്കെ ചെന്ന് നിധിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അല്ല റിലേറ്റീവ് എന്നല്ലേ പറഞ്ഞു, എന്നിട്ട് അവരുമായിട്ടൊക്കെ പിണക്കമാണോ എന്താ സോറിയൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിൽപ്പുണ്ടല്ലോ നിധി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിധി അതൊന്നും കൂട്ടാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. സുധീഷ് നിധിയെ കിട്ടുന്ന സമയത്തെല്ലാം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കലാണ്, കമ്പനിയിലും അതുപോലെ ഹോസ്റ്റലിലും ഒക്കെ. പക്ഷേ നിധി അതൊന്നും കൂട്ടാക്കിയില്ല. ഇതേ സമയം നമ്മുടെ നികേഷിനാണെങ്കിൽ പെട്ടെന്നൊരു പനി വന്നു കേട്ടോ. പനി വന്ന അന്നേ ദിവസം സുഭാഷ് പറഞ്ഞു ഞാൻ എന്നാൽ ഇന്ന് പോകണില്ല എന്ന് പറയും വർക്കിന്. അപ്പം നമ്മുടെ സുധീഷ് പറയും സുധീഷ് ഏട്ടൻ പോക്കോ, ഞാൻ അവനെ നോക്കിക്കോളാം. അപ്പോഴാണ് നികേഷ് ആലോചിക്കുന്നത് അന്ന് നിധിയേട്ടത്തി ഉണ്ടായിരുന്നപ്പോൾ ഒരു അമ്മ കെയർ ചെയ്യുന്ന പോലെ തന്നെ കെയർ ചെയ്ത ആളാണ് നിധിയേട്ടത്തി. ഇന്ന് നിധിയേട്ടത്തി ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് നികേഷിന് ഭയങ്കര സങ്കടം കേട്ടോ. അതേസമയം സുഭാഷ് രാവിലെ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ സുധീഷ് ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ സുഭാഷ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നികേഷിന് മരുന്നൊക്കെ കൊടുത്തിട്ട് സുധീഷ് പുറത്തോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ നികേഷിന് പനിയൊക്കെ നന്നായിട്ട് കൂടി. ഒരു മരുന്നോ വെള്ളമോ എടുത്തു കൊടുക്കാൻ ഒരാൾ പോലും ഇല്ല. അപ്പോൾ എന്താ ചെയ്യണേ, നികേഷ് ആ സമയത്തൊക്കെ നിധിയെ ഓർക്കുകയാണ്. ഒടുവിൽ സുഭാഷ് പണി കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോൾ നികേഷ് വിറച്ച് പനിച്ച് കിടക്കുകയാണ്. ഈ സുധീഷ് എന്ത് പണിയെ കാണിച്ചത് എന്ന് പറഞ്ഞ അവസാനം സുഭാഷ് നികേഷിന് മരുന്നൊക്കെ കൊടുക്കണു, നെറ്റിയിൽ തുണിയൊക്കെ വെച്ച് പനി അത്ര കൂടുതലാണ്. അപ്പോഴാണ് ഹരീഷും വന്നു. ഹരീഷ് വന്നപ്പോൾ സുഭാഷ് കാര്യങ്ങളൊക്കെ പറയണത് സുധീഷ് നോയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് പണിക്ക് പോയത്. ഇപ്പോൾ ദേ അവന് പൊള്ളുന്ന കണക്കുള്ള പനി, ഒരു വെള്ളം പോലും കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയം സുധീഷ് കയറി വരെയാണ് രാത്രിയെ. അപ്പോൾ ഹരീഷും സുഭാഷും കൂടെ സുധീഷിനെ കുറേ ഒച്ചയെടുക്കുകയാണ്. നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ അവനെ നോക്കൂലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സുധീഷിൻ്റെ മാനസികാവസ്ഥ അതിനേക്കാളേറെ ഇതായിരുന്നു. സുധീഷ് ഇവിടെ ഇന്ന് ഭ്രാന്ത് പിടിച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിപ്പോയത്. നിധീനെ കാണാൻ പറ്റുമെങ്കിൽ കാണണം, മാപ്പ് പറയണം എന്നൊക്കെ ഉള്ള രീതിയിൽ. ഒടുവിൽ രാത്രിയാവുകയാണ്. രാത്രിയായി കഴിഞ്ഞപ്പോൾ സുധീഷ് പതുക്കെ ഫോൺ എടുത്തിട്ട് നിധീനെ വിളിക്കുകയാണ്. നിധിയേട്ടത്തി എവിടെയാ, എനിക്ക് പനിയാണ്, എനിക്ക് നിധിയേട്ടത്തിയെ കാണണമെന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ പിച്ചും പേയുമ്പോൾ ഒക്കെ പറയണം കേട്ടോ. നിധിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം അവന് പനി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് നേരം സംസാരിച്ച് സമാധാനപ്പെടുത്തി നിധി ഫോൺ വയ്ക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും നിധി പാഞ്ഞെത്തുകയാണ് നികേഷിനെ കാണാൻ വേണ്ടിയിട്ട്. നികേഷ് കണ്ണ് തുറക്കുമ്പോൾ കാണണം നിധിയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, നിധി വന്നല്ലോ. സുധീഷ് പെട്ടെന്ന് നോക്കുമ്പോൾ നിധി വീട്ടിലിരിക്കുന്നു. സുധീഷിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ എല്ലാവരും വിചാരിച്ചത് നിധി തിരിച്ചു വന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നികേഷ് ആ രാത്രിയിൽ വിളിച്ച് അത്രയും പനി കൂടി പിച്ചും പേയും പോലെ പറഞ്ഞിട്ട് നിധിക്ക് ഒട്ടും അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരം വെളുത്തപ്പോൾ തന്നെ നിധി ഓടിയെത്തിയതാണ്. അങ്ങനെ കുറച്ച് നേരം നികേഷിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് അവന് മരുന്നൊക്കെ കൊടുത്തു. അപ്പോഴേക്കും സുഭാഷ് ആഹാരം
ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നിധിക്കാണെങ്കിൽ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും പറ്റണില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ സുഭാഷ് വിളിച്ച് നിധിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നിധി പറഞ്ഞു താമസമൊന്നും കുഴപ്പമില്ല സുഭാഷ് ചേട്ടാ, പക്ഷേ ഭക്ഷണം ഒട്ടും പറ്റണില്ല എന്നുള്ളത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഒരാളനക്കം പോലും ഇല്ലായിരുന്നു നിധി പോയേ പിന്നെ. അങ്ങനെ സുഭാഷ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിധി അത് ടേസ്റ്റോടുകൂടി കഴിക്കുകയാണ്. കാരണം സുഭാഷിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അത്ര ടേസ്റ്റോടെ നിധി കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നികേഷ് പറയും നിധിയേട്ടത്തി ഇനി ഇവിടം വിട്ട് പോകില്ല. അപ്പോൾ നിധി പറയും ഇല്ല മോനെ ഞാൻ പോവും, എപ്പോഴാണെങ്കിലും നിനക്ക് എന്നെ കാണണമെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ ഓടിയെത്താമെന്ന് പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞിട്ട് നിധി പോവാണ്. പക്ഷേ സുധീഷും പറഞ്ഞു നോക്കി നിധി പോവല്ലേ എന്ന്. നിധി അത് കൂട്ടാക്കാൻ നിന്നില്ല കേട്ടോ. എൻ്റെ നിധി നേരെ ഹോസ്റ്റലിൽ പോയി അവിടെ നിന്ന് ജോലിക്ക് പോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ സുധീഷ് നേരെ ചെന്നിട്ട് നിധീനെ കാണാൻ ഹോസ്റ്റലിൽ എൻ്റെ പറയും അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിധിക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ഇനി ആ വീട്ടിൽ നിൽക്കില്ല. പക്ഷേ നിധി വരണം, നിധി ഇല്ലാണ്ട് അവിടെ ആർക്കും പറ്റില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാന്നൊക്കെ പറയും. അപ്പോൾ നിധിയുടെ മനസ്സിൽ എങ്ങനെ വിശ്വസിക്കും സുധീഷ്, പോവുമോ എന്നെ. പക്ഷേ നിധിക്കാണെങ്കിൽ ഹോസ്റ്റലും മടുത്തു. 2-3 ദിവസമാണ് നിന്നെങ്കിലും എന്തോ പോലെയെന്നു. ഒന്നാമത് ആ വീട്ടിൽ എല്ലാവരെയും മിസ് ചെയ്യണു, വീട് വിട്ട് പോയതിൻ്റെ സങ്കടം എല്ലാം കൂടെ ഓർത്തിട്ട് നിധിക്ക് ഭ്രാന്താണ്. അങ്ങനെ നിധി ഡ്രസ്സൊക്കെ എല്ലാം എടുത്ത് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് വീട്ടിലോട്ട് വരെയാണ്. ഭയങ്കര സന്തോഷം. അപ്പം സുധീഷ് വീട്ടിൽ നിന്ന് പോകുമെന്ന ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് നിധി വരണത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്തായി തീരും എന്നുള്ളതൊക്കെ അല്ലേ. നമ്മുടെ സുധീഷ് പോകേണ്ടി വരുമോ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നിധി പോയിട്ട് തിരിച്ചതിൻ്റെ ഒരു സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ സുധീഷ് ഇനി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷെ നിധിയുടെ തിരിച്ചു വരവ് എല്ലാവരിലും ഒരു സന്തോഷം ഉണ്ടാക്കുകയാണ്. നിധിക്കും അതുപോലെ തന്നെ ഒരു കുടുംബം, അച്ഛൻ, കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, ആ ഒരു സ്നേഹബന്ധം നിധിക്കും അവരിലായിപ്പോയി. അത് തന്നെയാണ് മെയിൻ കേസ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള വിശേഷങ്ങൾ കണ്ടു തന്നെ അറിയാം. നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.